ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം 2025 അവസാന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. സന്തോഷകരമായ ഒരു ക്രിസ്തുമസ് കഴിഞ്ഞു. 2025 ക്രിസ്തുമസ് അതിൽ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു. നമുക്ക് ഇത്രത്തോളം എല്ലാ കൃപയും കർത്താവ് തന്നു. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവര്, നമുക്ക് പരിചയമുള്ളവര്, നമ്മുടെ കൂടെ പഠിച്ചവര്, അല്ല നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര്, നമ്മുടെ പള്ളിയിലോ നമ്മുടേതായ കൂടി വരവിലോ സംബന്ധിച്ച ചിലര്, അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. കൃപയാൽ നമുക്ക് ആയുസ് കർത്താവ് തന്നു. ഞാൻ മിക്കവാറും അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ പല ദിവസവും ഞാൻ ഓർക്കാറുണ്ട്, കർത്താവേ, ഒരു ദിവസം കൂടി ഒരു പ്രഭാതം കാണാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നല്ലോ. സ്വന്തം ഭവനത്തിൽ കിടന്നുറങ്ങാൻ ഭാഗ്യം തന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ജീവിപ്പാൻ കർത്താവ് കൃപ തന്നല്ലോ. എനിക്ക് വളരെ നന്ദിയുണ്ട് എൻ്റെ കർത്താവിനോട്. ഞാൻ ചിന്തിക്കുമ്പോൾ ലോകമെമ്പാടും എത്രമാത്രം ഹോസ്പിറ്റലുകൾ ഇല്ലേ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹോസ്പിറ്റലുകൾ ഈ ലോകത്തുണ്ട്. ആ ഹോസ്പിറ്റലിലെല്ലാം തിങ്ങി നിറഞ്ഞ രോഗികൾ കിടക്കുന്നു. മാസങ്ങളായി, നാളുകളായി എത്രയോ പേര് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നു. ചലനമറ്റ് കിടക്കുന്നവര്, ICU കിടക്കുന്നവര്, വെന്റിലേറ്ററിൽ കഴിയുന്നവര്, ഇങ്ങനെ ദുരിതത്തിൽ കഴിയുന്ന അനേകായിരങ്ങൾ. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും വരാന്തകളിൽ പോലും കിടന്നുറങ്ങുവാൻ കഴിയാതെ ജനം വിഷമിക്കുന്നു. എന്നാൽ ഞാനതെല്ലാം ഓർത്തുകൊണ്ട് ദൈവം തന്ന സൗഭാഗ്യം ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ ഒരു യോഗ്യത കൊണ്ടോ വർക്കത കൊണ്ടല്ല, കൃപയാൽ സ്വന്തം ഭവനത്തിൽ സ്വന്തം പ്രിയപ്പെട്ടവരോട് ചേർന്ന് ജീവിപ്പാൻ ഓരോ ദിവസവും കർത്താവ് അവസരം തരുന്നു. ഈ ഭൂമിയിൽ മാറ്റപ്പെടാതെ കർത്താവ് കാത്തു. രോഗങ്ങളും പ്രതിസന്ധികളും വരാതെ കർത്താവ് സംരക്ഷിച്ചു. എല്ലാറ്റിനും നമുക്ക് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എന്നും ദൈവത്തോട് നന്ദി വേണം. ആണ്ടിന്റെ അവസാനം മാത്രം പോരാ, ആണ്ടിന്റെ ആരംഭവും പോരാ. എന്നും യേശുക്രിസ്തുവിനോട് നന്ദിയുള്ള ഒരു ഹൃദയം. നമ്മിൽ നിന്നും ദൈവം അതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പൊന്നോ പണമോ വസ്തുവകളോ നമ്മുടേതായ മറ്റൊന്നുമല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തോടുള്ള നന്ദി, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള കടപ്പാട്. ഹല്ലേലൂയ. കാൽവറിയിലെ സ്നേഹം അത് ഓർക്കണം. പാട്ടുകാരൻ പാടി, കാൽവറിയിലെ സ്നേഹം ഓർക്കുമ്പോൾ കൺകൾ നിറയുന്ന എൻ്റെ പ്രിയനെ എന്ന്. എന്നും അതാണ് നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത്. ആ നന്ദിയിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആരാധന, അതാണ് യഥാർത്ഥ ആരാധന. ഹല്ലേലൂയ. ദൈവം വലിയവനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനാണ്. ആ ദൈവത്തെ നാം ആരാധിക്കുന്നു, അത് സത്യമാണ്. പക്ഷെ ഈ ദൈവത്തെ ആരാധിപ്പാൻ നിസ്സാരനായി എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്നും കൂടി ചിന്തിക്കുമ്പോൾ ആ ആരാധനയുടെ മഹത്വം വലുതാകും. ആ ആരാധനയുടെ ആഴം അത് കൂടുതലായി വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അമ്പരപ്പെട്ട് നിൽക്കുകയാണ്. ശീമോൻ പത്രോസിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അതുവരെ ശൂന്യമായിരുന്ന തന്റെ വല നിറച്ച് കീറാറാകുവോളം മീൻ കയറിയിരിക്കുന്നു. അതുവരെ ശൂന്യമായിരുന്ന തന്റെ പടക് മാത്രമല്ല, തന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളുടെ പടക് കൂടി നിറഞ്ഞിരിക്കുന്നു. ശീമോൻ പത്രോസിന് കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശീമോൻ ഒരു അല്പനേരത്തേക്ക് തന്നെ മറന്നുപോയോ, ആ സാഹചര്യങ്ങൾ മറന്നുപോയോ, ഇത് താൻ സ്വപ്നം കാണുകയാണെന്നോ പോലും അവൻ ചിന്തിച്ചു കാണുമോ? ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. യേശുവിന്റെ വാക്കനുസരിച്ചാൽ, യേശുവിന്റെ വചനമനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ സ്വപ്നം കാണുന്നവരെ പോലെ ജീവിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ മാറ്റിത്തരും, നമ്മുടെ ജീവിതം മാറ്റിത്തരും, നമ്മുടെ സ്ഥിതി മാറ്റിത്തരും. ഞാനും ചിലപ്പോഴെല്ലാം സ്വപ്നം കാണുന്നതാണോ എന്ന് ചിന്തിക്കാറുണ്ട്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളും എൻ്റെ ബാല്യകാലങ്ങളും എൻ്റെ യൗവനകാലത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ച അവസ്ഥയും ഇന്ന് ഞാൻ ജീവിക്കുന്ന അവസ്ഥയും എല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും, ഞാൻ സ്വപ്നം കാണുകയായിരിക്കുമോ? എന്നാൽ സ്വപ്നം കാണുന്നവരെ പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്.
ഹൃദയം നിറയെ സന്തോഷവും സമാധാനം തരുന്ന ഒരു യേശു ജീവിക്കുന്നുണ്ട്. അത് നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട പ്രിയരെ. നിങ്ങൾ വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളും ഇല്ലാത്ത പണം വായ്പ വാങ്ങി നിങ്ങൾ യാത്ര ചെയ്ത് വിദൂര സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട. ദൈവത്തിന്റെ കണ്ടുകാഴ്ച വേണ്ട. എന്നാൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ വചനം അനുസരിക്കുമെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത് ഈ വചനപ്രകാരം, എഴുതപ്പെട്ട വചനപ്രകാരം ദൈവത്തിന്റെ മക്കളുടെ നാവിലൂടെ ഒഴുകി വരുന്ന ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് ഞാൻ അപ്രകാരം ജീവിക്കും, എന്റെ ജീവിതത്തിൽ ഓരോ ചുവടും യേശുവിന്റെ വചനപ്രകാരമായിരിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അന്നു മുതൽ നിങ്ങളുടെ ജീവിതം പുഷ്പിക്കാൻ തുടങ്ങും. വരണ്ടുണങ്ങിപ്പോയ നിങ്ങളുടെ ജീവിതം തളിർക്കാൻ തുടങ്ങും. കൂമ്പടഞ്ഞു പോയ നിങ്ങളുടെ ജീവിതം പുതിയ പുത്തൻ നാമ്പുകൾ കിളിർക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ജീവിതം മുരടിച്ചു പോയവരാരെങ്കിലും ഉണ്ടോ? ജീവിതം തകർന്നു പോയവരാരെങ്കിലും ഉണ്ടോ? നിരാശയിൽ കഴിയുന്നവരാരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? മരിച്ചാൽ മതി എന്നോർത്ത് ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും ഓരോ രാത്രിയാകുമ്പോഴും ഒന്ന് മരിച്ചാൽ മതി എന്നോർത്ത് നിരാശപ്പെട്ട് കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? മകളെ, നിന്റെ നിരാശ മാറും. മകനെ, നിന്റെ ഭാവിയെ കുറിച്ചുള്ളതായ ആങ്സൈറ്റീസ് മാറും. പ്രിയ യൗവനക്കാരി, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്നുള്ള ചിന്ത മാറി എന്നെ സ്നേഹിക്കാൻ അത്യുന്നതനായ ദൈവമുണ്ടെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിൽ പാകി തൂകിത്തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ വാക്കുകളെല്ലാം പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാനത് അനുഭവിക്കുന്നു. ഞാൻ എൻ്റെ യേശുവിനെ അനുഭവിക്കുന്നു. യേശുവിന്റെ വചനപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ, ആത്മീയവും ഭൗതികവുമായ സൗഭാഗ്യങ്ങൾ, ഹൃദയം നിറച്ച സന്തോഷം, ഹൃദയം നിറയെ ആനന്ദം, യേശുവിനെ സ്നേഹിച്ചതും പോരാ എന്നുള്ള ചിന്ത, വിശുദ്ധീകരണം പ്രാപിച്ചത് പോരാ എന്നുള്ള ചിന്ത, ഞാൻ ഒന്നുമായില്ല എന്നുള്ള എളിമ, എന്റെ കർത്താവിന്റെ സ്വഭാവം എനിക്ക് പ്രാപിക്കണമെന്നുള്ള ദാഹം, എന്റെ യേശുവിനെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുന്നുള്ള വലിയ ദാഹം, ആത്മാവിൽ എരിവ്, ഇതെല്ലാം തരുന്നത് എന്താ? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും, ദൈവത്തിന്റെ സ്തോത്രം, ക്രിസ്തുവിനോടുള്ള നന്ദിയിൽ നിന്നും. ശീമോൻ പത്രോസ് തെല്ലുനേരം യേശുവിന്റെ മുഖത്തേക്കും ആ പടകിലേക്കും മീൻ നിറഞ്ഞ തന്റെ വലയിലേക്കും മാറി മാറി നോക്കി കാണുമോ? ഇതെല്ലാം എന്റെ ഭാവനയാണ്. യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കും, പിന്നീട് ആ പടക് നിറയെ മീനുള്ള പടകിലേക്കും മീൻ കൊണ്ട് നികറായി പോയ ആ വലയിലേക്കും നോക്കും. പത്രോസിന്റെ ഉള്ളിൽ വലിയൊരു വിപ്ലവകരമായ മാറ്റം വന്നു. എന്താണ് ആ മാറ്റം? അത് കർത്താവിനോടുള്ള നന്ദിയാണ്, കർത്താവിനോടുള്ള സ്തുതിയാണ്. ശീമോൻ പത്രോസ് എന്താണ് ചെയ്തത്? ഇത് കണ്ടപ്പോൾ അധികം നേരം പിടിച്ചു നിൽക്കാൻ ശീമോൻ പത്രോസിന് കഴിഞ്ഞില്ല. ശീമോൻ പത്രോസ് യേശുവിന്റെ പാദത്തിലേക്ക് അങ്ങ് വീണു. യേശുവിന്റെ പാദം അങ്ങ് കെട്ടിപ്പിടിച്ച് കാണും. അപ്പോൾ പത്രോസിന്റെ ഇരു കണ്ണുകളിൽ നിന്നും, കടക്കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി കാണും. അത് ദുഃഖത്തിന്റെ കരച്ചിലല്ല, അത് സ്നേഹത്തിന്റെയും നന്ദിയുടെയും ആഹ്ലാദത്തിന്റെയും കരച്ചിലാണ്. ഇതുവരെയും ജീവിതത്തിൽ വന്ന വേദനകളും സങ്കടങ്ങളും ഓർത്ത് കരഞ്ഞവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കരച്ചിൽ മാറ്റി നിങ്ങൾക്ക് ആനന്ദത്തിന്റെ കണ്ണുനീർ തരാൻ യേശു ജീവിക്കുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. മകളെ, നാളുകളായില്ലേ നീ തിരിച്ചിട്ട്? മോനെ, നിന്റെ മുഖം പാടിയിട്ട് ഒത്തിരി നാളുകളായല്ലോ. വിഷാദിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി ദിവസങ്ങളായല്ലോ. കടബാധ്യതയെ ഓർത്ത് നാളെ എങ്ങനെ മുന്നോട്ട് പോകും? ജപ്തി നോട്ടീസ് അയച്ചിട്ടുണ്ട്, രജിസ്റ്റേർഡ് പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞു, വീടിന്റെ മുൻവശത്ത് കൊണ്ടുപോയി ജപ്തി നോട്ടീസ് പതിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് ഒരു പോംവഴി? കുടുംബമായി കൂട്ടത്തോടെ മരിക്കുകയല്ലാതെ വേറൊരു പോംവഴിയുമില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, പ്രിയ മാതാപിതാക്കളെ, യൗവനക്കാരെ, കുഞ്ഞുകുട്ടികളെ, നിങ്ങളുടെ ജീവിതം ദുഃഖമുള്ളതാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ചിരിയേറ്റ് പോയതാണോ? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരാൻ യേശു ജീവിക്കുന്നു. നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ യേശു ജീവിക്കുന്നു. ഇന്നത്തെ അവസ്ഥ യേശു മാറ്റി തരും. നിങ്ങൾ ഈ വാക്കുകളൊന്ന് വിശ്വസിക്കുക. എന്റെ അവസ്ഥ യേശു മാറ്റുമെന്ന് നിങ്ങൾ യേശുവിന്റെ സ്ഥലത്തിൽ നിന്ന് പറയുക. നിങ്ങളുടെ നാവ് ചലിപ്പിച്ച്, നിങ്ങളുടെ ശബ്ദം ചലിപ്പിച്ച്, എന്റെ യേശു എന്നെ അനുഗ്രഹിക്കും, എന്റെ യേശു എന്നെ സ്ഥിതി മാറ്റും. പത്രോസിന്റെ ശൂന്യമായ പടകിനെയും വലയെയും നിറച്ച കർത്താവ് എന്നെയും നിറയ്ക്കും. എന്റെ പടകം നിറയ്ക്കും, എന്റെ പോക്കറ്റ് നിറയ്ക്കും, എന്റെ പേഴ്സ് നിറയ്ക്കും, എന്റെ ഹൃദയ സമാധാനം കൊണ്ട് നിറയ്ക്കും, എന്റെ കുടുംബം ഐക്യം കൊണ്ട് നിറയ്ക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം പോസിറ്റീവായി പറയാമോ? യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അങ്ങനെ പറയരുതേ. നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ ജീവിതം മാറും. ഹല്ലേലൂയ. ജീവിതം മാറും. ഈ അടുത്ത സമയത്ത്
ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ അടുക്കൽ പോകാൻ കുടുംബമായി ഞാൻ അവന്റെ പ്രിയ ഭാര്യയും പോയി. ഞങ്ങൾ ചെല്ലുമ്പോൾ ആ പ്രിയ സഹോദരിയുടെ മുഖത്ത് മുഴുവൻ നിരാശയാണ്, മുഴുവൻ മരണ ഭയമാണ്. മരിച്ചു പോയാൽ മതി, ആത്മഹത്യ ചെയ്യണമെന്നൊന്നും അല്ല കേട്ടോ, അങ്ങ് മരിച്ചാൽ മതി, മരിക്കാറായി, ഞാനും അങ്ങ് മരിച്ചു പോരായി, അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഭർത്താവ് മരിച്ചുപോയി, ഇനി ഭർത്താവ് മരിച്ചതുപോലെ ഞാനും അങ്ങ് രോഗഗ്രസ്തയാണ്, ഈ രോഗത്താൽ അങ്ങ് മരിച്ചു പോയാൽ മതി എന്നുള്ള ചിന്ത ആ പ്രിയ സഹോദര ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും മുഖത്ത് വെളിപ്പെട്ട് നിൽക്കുന്നതും കൃപയാൽ ഗ്രഹിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. അവിടെ ഇരുന്നുകൊണ്ട് കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നാവിന്റെ അധികാരത്തിലാണ് ജീവനും മരണവും ഇരിക്കുന്നതെന്ന് ഞങ്ങൾ സംസാരിച്ചു. പറയാൻ പറഞ്ഞു, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ കുറെ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ കണ്ടു ആ പ്രിയപ്പെട്ട സഹോദരിയുടെ മുഖം പ്രകാശമാകുന്നത്, മരണഭയങ്ങൾ മാറുന്നത്, മരണഭീതി മാറുന്നത്, മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറുന്നത്, ജീവിക്കാനൊരു പ്രത്യാശ മകളുടെ മേൽ കർത്താവ് പകർന്നത് ഞങ്ങൾ കണ്ടതാണ്. എന്റെ പ്രിയരെ, ഇങ്ങനെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ യേശുക്രിസ്തു പ്രത്യാശ തരുന്നവനാണ്. യേശുക്രിസ്തു ജീവിക്കാൻ കൊതി തരുന്നവനാണ്. യേശുക്രിസ്തു നല്ല ഭാവി തരുന്നവനാണ്. ഈ നല്ല യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കരുതോ പ്രിയരെ? ഈ നല്ല കർത്താവിന്റെ വചനമൊന്നും അനുസരിക്കരുതോ? ആർക്കും അനുസരിക്കാൻ തക്കവണ്ണം ലളിതമാണ് കർത്താവിന്റെ വചനം. അത് അത്ര വിഷമമൊന്നുമില്ല. സ്നേഹമുണ്ടെങ്കിൽ അനുസരിച്ചു പോകും. യേശുവിനോട് സ്നേഹം വന്നാൽ ഈ ക്രിസ്തീയ ജീവിതം വിഷമമായി തോന്നുകയില്ല. വചനം അനുസരിക്കുന്നത് ഒട്ടും പ്രയാസമായി തോന്നുകയില്ല. യേശുവിനോട് സ്നേഹം വരണം. യേശുവിനോട് സ്നേഹം വരണമെങ്കിൽ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാം തിരിച്ചറിയണം. അതിന് കാൽവറിയിലേക്ക് നോക്കണം. കാൽവറി ക്രൂശിൽ 2 മരക്കഷ്ണത്തിന്മേൽ 3 ആണികളിൽ മേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ പരിശുദ്ധനായ ദൈവത്തിനും പാപിയായ മനുഷ്യനും മധ്യത്തിൽ ഏകമധ്യസ്ഥനായി യേശുക്രിസ്തു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നു. യേശുവിന്റെ ശരീരം ചാട്ടവാറുകൊണ്ട് അടിച്ച് തകർത്തു. യേശുവിന്റെ കന്നത്തേക്ക് ആഞ്ഞാഞ്ഞടിച്ചു. മുഖം വീർത്തിരിക്കുന്നു, ചുണ്ടുകൾ പൊട്ടിയിരിക്കുന്നു. യേശുവിന്റെ മുഖത്തു നിന്നും രോമങ്ങൾ പറിച്ചെടുത്തപ്പോൾ അവിടെ നിന്ന് ഒഴുകിയ രക്തം, യേശുവിന്റെ മുൾമുടിയേറ്റ ശിരസിൽ നിന്നും ആ മുള്ളുകൊണ്ട് തുളഞ്ഞ് അവിടെ നിന്ന് രക്തമെറ്റിറ്റ് വീഴുന്നു. ഓ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് യേശുക്രിസ്തു വിരൂപനാക്കപ്പെട്ടു. മകനെ, നിന്നെ സ്നേഹിച്ചതുകൊണ്ട്, പ്രിയ മകളെ, നിന്നെ കരുതിയതുകൊണ്ട്, മകളെ, നിന്റെ രോഗത്തിന് സൗഖ്യം തരാൻ, നിനക്ക് നിത്യജീവന്റെ അവകാശം തരാൻ, നിന്റെ പാപബന്ധനങ്ങൾ അഴിച്ചു മാറ്റാൻ, നിന്റെ ശാപങ്ങൾ മുറിച്ചു മാറ്റാൻ, ഹല്ലേലൂയ, നിത്യസ്വർഗത്തിന്റെ അവകാശം നമുക്ക് വേണ്ടി തരാൻ യേശു നമ്മുടെ ശിക്ഷയെല്ലാം ഏറ്റു. ആ സ്നേഹം ഓർക്കുമ്പോൾ ഹൃദയം സ്നേഹം കൊണ്ട് നിറയും. പിന്നെ യേശുവിന് വേണ്ടി എന്ത് ചെയ്താലും പോരാ എന്ന് തോന്നും. യേശുവിന് വേണ്ടി ചെലവഴിച്ചാലും പോരാ എന്ന് തോന്നും. യേശുവിന് വേണ്ടി ഓടിയാലും പോരാ എന്ന് തോന്നും. യേശുവിന് വേണ്ടി ഉറക്കളിച്ചാലും പോരാ എന്ന് തോന്നും. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, യേശു എനിക്ക് വേണ്ടി ചെയ്ത് ഓർത്താൽ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ കർത്താവേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് വേല ചെയ്യുന്നതാണ് ഫലവത്തായ ആത്മീക ശുശ്രൂഷ. അതാണ് ഫലവത്തായ ദൈവവേല. ഞാൻ ഈ നല്ല സമയം നിങ്ങളെ കരുതുവാൻ, നിങ്ങളെ അനുഗ്രഹിപ്പാൻ, ഹല്ലേലൂയ, നിങ്ങളെ സകല നന്മ കൊണ്ട് നിറയ്ക്കാൻ തന്റെ കര ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കൂ എന്ന് ഞാൻ ആഹ്വാനം തരികയാണ്. ഞാൻ നിങ്ങളോട് വളരെ എളിമയോടെ പറയുകയാണ്, യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കൂ. നിങ്ങളുടെ ജീവിതം ധന്യമാകും, നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതി മാറും. അതിന് കർത്താവ് ഇടയാക്കട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ 2025 ആണ്ട് തീരാൻ പോകുന്ന ഈ സമയത്ത് എല്ലാവിധ നന്മകളാലും കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യം ഞങ്ങളോട് ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഒന്ന് പറയുന്നു, ഒന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾ യേശുവുമായി നിരന്തരം ബന്ധപ്പെടുക. യേശുവിനോട് നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. യേശു നിങ്ങളെ സഹായിക്കും, സംരക്ഷിക്കും. ദൈവനാമം മഹത്വം.